അപ്പൊ നമുക്ക് നോക്കാം അല്ലേ? 4x4. വയലാർ എഴുതുമോ ഇതുപോലെ? ആ കക്ഷി അവിടെ നിന്ന് പാടേണ കരയണ അല്ലല്ല, ഇതുപോലെ ഇത് ശരിയായിട്ടില്ല. താളം മാറ്റണം, രാഗം മാറ്റണം, എല്ലാം മാറ്റണം. സപ്തസ്വരങ്ങളുണ്ടല്ലോ, നമുക്ക് അത് തന്നെ പിടിക്കാം. എന്ത് കഥ മജാലുണ്ടാ? അപ്പൊ ഒന്ന് പോയെങ്കിലാ? തന്റെ മുഖത്തൊണ്ട് ലക്ഷണം താൻ ഈ തൊഴിലിന് പറ്റിയവനല്ലെന്ന്. ഒക്കർച്ചാന്റെ മോളെ പാത്തോല്ലത് എന്ത് ചെയ്യലോളെ കാണാന്. കേട്ടില്ലേ? ഇതാണ് ഭാഷ. ഉഗാണ്ടയിലുള്ള ഏതോ ഗോത്ര ഭാഷയാണെന്നാണ് എന്റെ സംശയം. ഞാനീ തൊപ്പി സിന്നുക്കാശ്രഡ്രാ. പക്ഷേ ഞാൻ കാണാൻ നിന്നെ പോലല്ല, കുറച്ചുകൂടെ സുന്ദരനാണ്. നിർത്താം. നിന്റെയൊക്കെ ശബ്ദം പൊങ്ങിയാൽ രോമത്തിന് കൊള്ളുകയല്ലേ. നോക്കട്ടെ, അങ്ങനെ നമ്മൾ ഇതാക്കാം. നമ്മളങ്ങനെ ചിരിക്കാൻ പറ്റില്ല. നമുക്ക് കേട്ടോക്കിട്ട് പറയാം. നീ കേട്ട് നോക്കിട്ട് തന്നെ പറയണം, കേക്കാത്ത പറയാൻ പാടില്ല. കാരണം നീ എല്ലാം കേക്കാത്ത ചെക്കനാണ്. വേണ്ടദാസ, സ്വന്തം നിലമറന്ന് നമ്മൾ കളിക്കരുത്. എന്ത് കഥ മജാലുണ്ടാ? നിർത്ത്. എന്നാ പിന്നെ താൻ തന്നെ ഉണ്ടാവും. അപ്പൊ അത് പോയെങ്കിലാ? ഇതിന്റെ സൗണ്ട് എന്താ ഇങ്ങനെ അണ്ണാന്റെ സൗണ്ട് പോലെ? ഇതെന്താ ഇത്? ഒരു കലാകാരന് ഇവന്മാര് വളരാൻ വിടില്ലല്ലോ. ചെങ്ങായി, സൗണ്ട് നമുക്ക് എങ്ങനെ മിമിക്രി ആർട്ടിസ്റ്റ് പോലെ നമുക്ക് സൗണ്ട് എല്ലാം മാറ്റാൻ കഴിയും. ഇപ്പൊ നിന്റെ സൗണ്ട് ഇപ്പൊ എന്ത്? ഞാൻ പറയുന്നില്ല, പറഞ്ഞത് നല്ലോണം പറയും. തളരരുത് രാമൻകുട്ടി, തളരരുത്. കലാകാരനല്ലാത്തവരെ സമൂഹം അംഗീകരിക്കില്ല. നീ സമാധാനിക്ക്. സിനു കാസർഗോഡ്, ഞാൻ ഒരു കാര്യം പറയാം. ഞാൻ നിന്നെ ഡീമോട്ടിവേറ്റ് ചെയ്യുന്നതല്ല. നീ എന്തെങ്കിലും പണിക്ക് പോയിക്കോ. അച്ഛനും അപ്പനൊക്കെ ജീവിച്ചിരിക്കുന്ന കാലത്ത് ഞാൻ പണിക്ക് പോയി കഴിഞ്ഞാൽ അവർക്ക് ഈ ഓടിക്കൂലേ? നീ എന്തെങ്കിലും പണിക്ക് പോയിക്കോ. ഞാൻ കാര്യം പറയില്ല, ഇത് നിനക്ക് പറ്റിയ പണിയല്ല. അപ്ഡേഷൻ വേണം, അതാ ചേട്ടനില്ലാത്തത്. അത് പോട്ടെ മോനെ ടെനി, പോട്ടെ. എന്നാലും മൈക്ക് കൂടിക്ക് വിളിച്ചു പറഞ്ഞ മോശമായി പോയി. കൊറേ ഇന്റർവ്യൂക്ക് പോയി. നിന്നെ പോലെ 2ാം ക്ലാസ് ഗുസ്തി പഠിച്ചു നല്ല പൈസ ആക്കുന്നുണ്ട് ഭായി. നമ്മ കൊറേ പഠിച്ചിട്ട് നമ്മക്ക് പൈസ ഇല്ല ഭായി. എടാ, ഞാൻ നിന്നെ പോലെ തുക്കട പ്രീ ഡിഗ്രിക്കാരനല്ല. ഞാൻ ബികോം ഫസ്റ്റ് ക്ലാസ്സാ, അറിയോ? നീ എപ്പ പണി തരുന്ന അന്ന് ഞാൻ ഈ റാപ്പ് നിർത്തും. ഇല്ലെങ്കിൽ ഈ റാപ്പ് ഞാൻ തുടർന്നോണ്ടിരിക്കും. ഇനി ഭാര്യ ഇവിടെ കൊല നടക്കും. ചീറ്റിപ്പോയല്ലേ? എന്ത് ചീറ്റിന്ന്? ഞാൻ ഈ നാട്ടുകാരുടെ മുഖത്ത് എങ്ങനെ നോക്കും? നല്ലോണം നോക്കണ്ട, കുറച്ച് തയ്ക്കും. നിന്റെ തലയ്ക്ക് വല്ല അസുഖമുണ്ടോ? ഇല്ല. പിന്നെ എന്താ അതിന്റെ അർത്ഥം? എന്തായാലും മജ്ജായിന് വാ. അയാള് തിരിച്ചടിച്ചിരുന്നെങ്കിൽ നീ മാറിപ്പോയേനെ. സത്യം പറഞ്ഞാൽ നിങ്ങൾ രണ്ടുപേരും മണ്ടന്മാരാ. പക്ഷെ ഇപ്പൊ ഇന്ത്യയിൽ അവനൊരു വിലയുണ്ട്.